എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് UK ലെ 5th ലാർജസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റ് ചെയിൻ ശൃംഖലയായ മോറിസണിലാണ്. മോറിസൺ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു 2-3 ഐറ്റംസ് മേടിക്കാനുണ്ടായിരുന്നു, അതിനു വേണ്ടി ഇറങ്ങിയതാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു ജസ്റ്റ് വാക്കബിൾ ഡിസ്റ്റൻസിലാണ് ഈ ഷോപ്പ്. അങ്ങനെ നമ്മൾ മോറിസണിലെ എൻട്രൻസിൽ കയറി വരുമ്പോൾ തന്നെ അവിടെ ഒരു ഗാർഡൻ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ഞാൻ പറഞ്ഞ പോലെ സമ്മർ ടൈം ആവുന്നുണ്ട് ഇവിടെ. അപ്പം തന്നെ ഒത്തിരി ചെടിയുടെയും പ്ലാന്റ്സിൻ്റെയും കളക്ഷൻ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മേടിക്കാൻ വന്ന ഐറ്റംസ് 2 ആണെങ്കിലും പിന്നീട് ഇതിലെല്ലാം ഒന്ന് കറങ്ങി തിരിഞ്ഞു നോക്കി. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു സിട്രസ് ഫ്രൂട്ടിൻ്റെ ഒരു ഇതാണ്. അത് ഓറഞ്ചാണോ ലെമൺ ആണോ എന്ന് ഒരു ഐഡിയ ഇല്ല, പക്ഷേ ചെറുതായിട്ട് പിടിച്ച് നിൽപ്പുണ്ട്. കമ്പാരിറ്റീവ്ലി റേറ്റ് നോക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഞാൻ ഇപ്പോൾ 2-3 ഷോപ്പുകളിൽ കയറി വേറെ പ്രോഡക്ട്സുകൾ മേടിക്കാൻ നേരത്ത് അവിടെ ഇരിക്കുന്ന ചെടിക്ക് കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്ട്രോബെറി ഞാനിവിടെ ആകെ ഒരെണ്ണം കണ്ടായിരുന്നു. അതിന് അറൗണ്ട് 5 pounds ആണ് അവർ ചാർജ് കാണിക്കുന്നത് ഒറ്റ ഒരു പീസിന്. അത് തന്നെ നേരെ ഞാൻ ബിയാനമിൽ നിന്ന് മേടിച്ചപ്പോൾ എനിക്ക് 5 pound 5 തൈയായിരുന്നു അവിടുന്ന് കിട്ടിയത്. അപ്പം നല്ല ഡിഫറൻസ് ആണ് എനിക്ക് തോന്നിയിരുന്നത്. പിന്നീട് നമ്മൾ നേരെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെയും ബൊക്കയുടെയും സെക്ഷൻ ഉണ്ട്. മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മളിവിടെ കോമൺ ആയിട്ട് ആരെങ്കിലും വിസിറ്റ് ചെയ്യുകയോ എന്തെങ്കിലും ഒരു ഇവൻറ്റ്സിന് പോവുകയോ ചെയ്യുകയാണെങ്കിൽ ബൊക്കെ എന്ന് പറയുന്ന ഒരു കമ്പൽസറി ആസ്പെക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതെല്ലാം ഒരു ഫ്രഷ് ആയിട്ട് അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളും എല്ലാം അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എടുക്കണ്ട, ചെടികളെല്ലാം അത്യാവശ്യം സമ്മറിന് വേണ്ടിയുള്ളത് മേടിച്ചും വിത്തും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും കുറേയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്തു പോകുമല്ലോ. അതാണ് പറയുന്നത്, എന്തെങ്കിലും 2 ഐറ്റം എടുക്കാൻ വന്നു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഫാമിലി ആയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കാതെ ഒരു 10 ഐറ്റമെങ്കിലും എടുത്തുകൊണ്ട് പോകും. ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ കറക്റ്റ് 2 ഐറ്റത്തിൽ നമ്മൾ പരിപാടി നിർത്തി പോകാൻ. എന്തായാലും എടുത്തത് മൾബറി, ഒരു ഷുഗർ ബെറി, പിന്നീട് ഒരു മുല്ല, ഈ 3 ഐറ്റംസും എടുത്തു. അത് കഴിഞ്ഞ് നേരെ അങ്ങോട്ട് പോകാൻ നേരത്താണ് നമ്മുടെ തേങ്ങ കണ്ണിൽ പെട്ടത്. തേങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിരട്ട എടുത്ത് കളഞ്ഞതിന് ശേഷം കൊപ്രയുടെ പുറത്തുള്ള തോട് പോലത്തെ വരുന്നത്. ഇത് ഈറ്റ് ആൻഡ് ഡ്രിങ്ക് സെക്ഷൻ പോലാണ് വെച്ചേക്കുന്നത്. എന്തായാലും 2 pound ഇതിന് ചാർജ് ചെയ്യുന്നത്. പിന്നെ മോറിസനെ പറ്റി പറയുകയാണെങ്കിൽ മോറിസൺ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1899 അത് ഫൗണ്ടഡ് ബൈ വില്യം മോറിസൺ. അതാണ് ഇതിൻ്റെ ആദ്യത്തെ പേരെന്ന് പറയുന്നത് WM മോറിസൺ എന്നാണ് തുടങ്ങിയിരുന്നത്. പുള്ളി ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടുത്തുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ എഗ്ഗും ബട്ടറും മാത്രം വിൽക്കുന്ന ഒരു ചെറിയ ഷോപ്പായിട്ടാണ് ഇത് തുടങ്ങിയത്. ഇപ്പോൾ ഉള്ള മോറിസൺ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലിയ ഇതാണ്. പിന്നീട് ഇവരുടെ ബേക്കിംഗ് യൂണിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം വലുതായിട്ടുള്ളൊരു ബേക്കിംഗ് യൂണിറ്റ് തന്നെ ഇവർക്കുള്ളതാണ്. നമുക്ക് കേക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ബർത്ത്ഡേ കേക്ക് ഉണ്ട്, ബ്രെഡ്സ്, പാസ്ട്രീസ്, കുറേ സ്വീറ്റ്, അങ്ങനെ പലതരത്തിലുള്ള അവൈലബിലിറ്റി ഉണ്ട്. പിന്നെ ഞാൻ എസ്പെഷ്യലി പറഞ്ഞതുപോലെ സമ്മർ ടൈം ആയത് കാരണം തന്നെ നമ്മൾക്ക് കുറേ അധികമായിട്ടുള്ള പുതിയ ഗാഡ്ജറ്റ്സ് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പം ഈ ഔട്ട്ഡോറിൻ്റെ യൂണിറ്റ് ഇതെല്ലാം കാണുമ്പോൾ കമ്പാരിറ്റീവ്ലി ആ പ്രൈസ് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ്. കാര്യം പലയിടത്തും കണ്ടപ്പോഴത്തേക്കും റേറ്റ് 75-100 pounds ഒക്കെയാണ്. പക്ഷേ ഈ കാണുന്ന 2 ചെയറിനും ആ ഒരു ടീ പോയിങ്ങും കൂടി അവർ ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 50 pounds ആണ്. സോ അത് കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് റേസ് വെച്ച് നല്ലൊരിതാണ്. പിന്നീട് കണ്ടപ്പോൾ ഒരു ടാക്കോ ഷെൽസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നീട് പ്രിപ്പയർ ചെയ്യാമെന്ന് വെച്ചിട്ട്. അതേപോലെ തന്നെ ഔട്ട്ഡോറിൽ വെക്കുന്ന കുറേ ടൈപ്പിലുള്ള ലൈറ്റ്സും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി ഞാൻ പറഞ്ഞതുപോലെ റേറ്റ് എനിക്ക് വലുതായിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. കാര്യം ഞാൻ ആൽദിയിൽ സെർച്ച് ചെയ്തായിരുന്നു, അസ്ദയിൽ നോക്കിയായിരുന്നു, ബിയാനമിൽ നോക്കിയായിരുന്നു. ഇത് വെച്ച് നോക്കാൻ നേരത്ത് ആ ഒരു ഓപ്ഷൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഓപ്ഷനായിട്ട് തോന്നി. പിന്നീട് നമുക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് എടുക്കാൻ വേണ്ടി അങ്ങോട്ടെല്ലാം പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 1899 വില്യം മോറിസൺ ഒരു എഗ്ഗും ബട്ടറും അതിനു വേണ്ടി തുടങ്ങിയ ഒരു ഷോപ്പാണ് WM മോറിസൺ. പിന്നീട് 1958 മോറിസൺ ഷോപ്പ് ബ്രാഡ്ഫോർഡിൽ ഓപ്പൺ ചെയ്യുന്നത് വിത്ത് 3 ചെക്ക്-ഔട്ട് പോയിൻറ്റ്സുമായിട്ട്. അപ്പോൾ അവിടുത്തെ മെയിൻ ഓഫർ എന്ന് പറയുന്നത് അതൊരു സെൽഫ് സർവീസും അതിൽ പ്രൈസ് ടാഗ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു പ്രോഡക്ട്സിൽ. ആലോചിച്ച് നോക്കണം, 1958 ഒരു പ്രോഡക്റ്റിൻ്റെ മേളിൽ നമ്മൾ പ്രൈസ് ടാഗ് ചെയ്ത് ഒരു സെൽഫ് ചെക്ക്-ഔട്ട് യൂണിറ്റ് വന്നേക്കുന്നത്. സോ അതൊരു ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ നമുക്ക് തന്നെ ആലോചിച്ച് നോക്കാം, നമ്മുടെ ഒരു ചെറുപ്പകാലത്ത് ഒരു കൺസിഡർ 80, 90, 2000 കാലഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു പ്രോഡക്റ്റിൻ്റെ മേളിൽ ഒരു പൈസ എഴുതുന്ന ഒരു സമ്പ്രദായം നമ്മളങ്ങനെ കൂടുതലായിട്ട് കണ്ടിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സമയത്ത് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടെന്ന് പറയുമ്പോൾ മോറിസണിലെന്ന് പറഞ്ഞാൽ മോറിസൻ്റെ ഇത് 2021 വരെയുള്ള കണക്ക് പ്രകാരം ഏകദേശം
1,10,000 എംപ്ലോയീസാണ് മോർസന് വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഇവർക്ക് അറൗണ്ട് 497 സൂപ്പർ മാർക്കറ്റും 1600 മോർസൻ്റെ ഡെയിലി കൺവീനിയൻസ് സ്റ്റോറും അവൈലബിൾ ആണ്. ഇതുകൂടാതെ തന്നെ മോർസൻ്റെ പെട്രോൾ പമ്പ്, അങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ലെയേഴ്സ് ഉള്ള ഒരു ശൃംഖലയാണ് മോർസൺ എന്ന് പറയുന്നത്. പിന്നീട് തന്നെ ഇവരുടെ തന്നെ കുറേ കമ്മ്യൂണിറ്റി ചാമ്പ്യൻസ് ഉണ്ട്. അവരെല്ലാവരും ഇതിനകത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നതാണ്. പിന്നീട് ഇവരുടെ എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഫ്ലീറ്റ്, ഡെലിവേഴ്സ്, ഹോം ഡെലിവറി, അങ്ങനെ പലതരത്തിലുള്ള സിസ്റ്റം ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുവിധ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന പോലെയാണ് ഗ്രോസറീസ് 1 സെക്ഷൻ, ലിക്കർ 1 സെക്ഷൻ, വൈന്, പിന്നെ ഹൗസ് ഹോൾഡ്, കിച്ചൺ ഐറ്റം, സൂപ്പ്, അങ്ങനെ ഓരോ സെക്ഷനിലും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കി നടന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കോംപ്രമൈസും ക്വാളിറ്റി ഉള്ളതും റേറ്റ് കുറവായിട്ടുള്ള പലതരം പ്രോഡക്റ്റുകളും നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നീട് ഇവരുടെ ഓഫർ ഐറ്റംസ് ആയിട്ട് ഇവർ കുറച്ചെണ്ണം അട്രാക്ട് ചെയ്യാനായിട്ട് അവർ സെമിറ്ററായിട്ട് വെക്കുന്നതായിരിക്കും. അതിൽ നമുക്ക് പോയിട്ട് അത്യാവശ്യം എടുക്കാവുന്നതാണ്. അത് കമ്പാരിറ്റീവ്ലി മാർക്കറ്റ് റേസ് വെച്ച് ഏറ്റവും കുറവുള്ള ഐറ്റംസ് തന്നെ ആയിരിക്കും. ഞാൻ നേരത്തെ ഒരു ടൂൾ ബോക്സ് കണ്ടായിരുന്നു. ടൂൾ ബോക്സ് കണ്ടപ്പോഴത്തേക്ക് ആ റേറ്റ് അത്യാവശ്യം കുറവാണ്. അങ്ങനെ നമ്മൾ എടുക്കേണ്ട സാധനം കുറച്ചാണെങ്കിലും വന്നു, എടുത്തു, സെൽഫ് ഔട്ട് ചെയ്തു. സോ അങ്ങനെ എന്തായാലും ഇനി തിരിച്ചു പോകാമെന്ന് വെച്ചു. ഇത്രയൊക്കെ ഉള്ളൂ മോർസനെ പറ്റി പറയാനായിട്ട്. കൂടുതൽ ഹിസ്റ്ററി പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്തായാലും ഇനി അടുത്തൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്